അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് കുക്കിംഗ് ആണ്. അപ്പം എൻ്റെ കുക്കിംഗ് റെസിപ്പി അല്ല, എൻ്റെ നാത്തൂൻ്റെയാണ് കേട്ടോ. പിന്നെ അവരെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ നാത്തൂൻ്റെ നല്ല ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ ആ റെസിപ്പി നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ട് ഈ സവാളയും ചെറിയ ഉള്ളിയും കറക്റ്റ് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ഇട്ടിട്ട് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ വരുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ബ്രൗൺ വന്നതിന് ശേഷം പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ വഴറ്റുക. എന്നിട്ട് അതിൻ്റെ ഇതൊക്കെ പോയി നല്ല റോസ്റ്റ് ആയതിന് ശേഷം തക്കാളി ഒരു 2 വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 വലിയ തക്കാളിയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി തക്കാളി ഒന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം കഴിഞ്ഞ് തക്കാളി വെന്ത് കഴിഞ്ഞ് അതുപോലെ ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്ക് തിളച്ച വെള്ളമില്ലേ, തിളച്ച വെള്ളം തിരിച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ മസാല ഒന്ന് കുറുക്കി അടച്ച് വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ വെള്ളം ഗ്രേവി എത്രയും വേണ്ട അതിനനുസരിച്ച് ഇത്തിരി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. അതിനുശേഷം മസാലയ്ക്ക് നന്നായി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇടാം. ചിക്കന് അതിലോട്ട് ഒരു കോഴിയുടെ ചിക്കനാണ്, അത് ഫുള്ള് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഇതുപോലെ വേവിക്കാം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി കറി. താങ്ക് യു.